അഭിനയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്തായിരുന്നു താരജോഡികളായ ഉർവശിയും മനോജ് കെ ജയനും വിവാഹിതരാകുന്നത്. വ്യക്തിജീവിതത്തിലെ ഉയർച്ചയും താഴ്ചയും കൊണ്ട് ഏറെ പഴികേട്ടതും വിവാഹമോചനത്തിന് ശേഷം മാധ്യമങ്ങളുടെ പോസ്റ്റ്മോർട്ടങ്ങൾക്കൊക്കെ വിധേയയായ ഒരു നടി കൂടിയാണ് ഉർവശി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും വേർപിരിഞ്ഞ ശേഷം രണ്ടുപേരും രണ്ടാമത് വീണ്ടും വിവാഹം കഴിച്ച് ഇപ്പോൾ അവരവരുടെ കുടുംബങ്ങളായി ജീവിക്കുകയാണ്. മുൻപ് പ്രണയിച്ചാണ് മനോജ് കെ ജയനും ഉർവശിയും വിവാഹം കഴിച്ചത്. എങ്കിൽ പോലും ഇവരുടെ വിവാഹ ജീവിതത്തിന് ഒരുപാട് ആയുസ് ഉണ്ടായിരുന്നില്ല. അഭിനയത്തിന് പുറമെ സംഗീതത്തിലും മനോജ് കെ ജയൻ കഴിവ് തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ്. അച്ഛനിൽ നിന്നും പാരമ്പര്യമായാണ് മനോജ് കെ ജയന് സംഗീത വാസന ലഭിച്ചിരിക്കുന്നത്. ശാസ്ത്രീയമായ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ലെങ്കിലും മനോജ് കെ ജയന് അച്ഛൻ്റെ വാസന വളരെയധികം ലഭിച്ചിരുന്നു. വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം മനോജ് കെ ജയൻ്റെ അമ്മ തന്നെയായിരുന്നു. അച്ഛൻ വല്ലപ്പോഴേക്കും മാത്രമായിരുന്നു വീട്ടിലെത്തിയിരുന്നത്. വീട്ടിലെത്തുന്ന ഒരു അതിഥിയെ പോലെയായിരുന്നു മനോജ് കെ ജയൻ അച്ഛനെന്നു പറഞ്ഞാൽ. ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ അമ്മയെക്കുറിച്ച് പറഞ്ഞ നടൻ്റെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. നടൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അച്ഛനും കൊച്ചച്ഛനും 4-5 മാസം കൂടുമ്പോൾ ഒരിക്കലാണ് വീട്ടിൽ വരുന്നത്. അന്നൊക്കെ അവർ ഗൾഫിൽ നിന്ന് വരുന്നത് പോലെയായിരുന്നു. അച്ഛനിൽ നിന്ന് സംഗീതമോ മറ്റോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. കുട്ടിക്കാലത്ത് അച്ഛനൊപ്പം ചെലവഴിച്ച സമയങ്ങളും വളരെ കുറവാണ്. എന്നെയും ചേട്ടനെയും വളർത്തിയതൊക്കെ അമ്മയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നല്ല കുരുത്തക്കേട് കാണിക്കുമായിരുന്നു. എന്തെങ്കിലും വികൃതി കാണിച്ചാൽ അമ്മ നന്നായി തല്ലും. അമ്മ ഒരു ടീച്ചറായിരുന്നു. അതുകൊണ്ട് പഠിക്കണം എന്ന് എപ്പോഴും പറയും. പക്ഷെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പിന്നോട്ട് തന്നെയായിരുന്നു. മറ്റ് കലാപരമായ കഴിവുണ്ടായിരുന്നുവെങ്കിലും പഠിക്കാൻ മാത്രം പിന്നോട്ടാണ്. കോൺവെന്റിലാണ് ഞാൻ പഠിച്ചത്. ഒരു വർഷത്തെ ഓണപരീക്ഷയിൽ ഞാൻ നല്ല കാര്യമായി തന്നെ പൊട്ടി. 1-2 വിഷയത്തിൽ മാത്രം ജയിച്ചു എന്ന് പറയാം. അതും മാർക്ക് വളരെ കുറഞ്ഞിട്ട്. അമ്മയെ കൊണ്ട് പ്രോഗ്രസ് കാർഡിൽ ഒപ്പുവെച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ പേടി. ഇതെങ്ങനെ അമ്മയെ കാണിക്കും? അവസാനം ഞാൻ തന്നെ അമ്മയുടെ ഒപ്പൊന്ന് നോക്കി പഠിച്ചിട്ട് ഒപ്പിട്ട് കൊണ്ടുപോയി. എൻ്റെ പരിങ്ങൽ കണ്ടപ്പോൾ ഹെഡ് മിസ്സസ് അത് കയ്യോടെ പിടിക്കുകയും ചെയ്തു. അമ്മയെ കൂട്ടി വരാൻ പറഞ്ഞു. അന്ന് അമ്മ നോക്കി നിൽക്കെ അസംബ്ലിയിൽ വച്ച് എനിക്ക് പണിഷ്മെൻറ്റ് തരുകയും ചെയ്തു. ടീച്ചർ കൂടെയായ അമ്മയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് അമ്മ കണ്ണീരോടെയാണ് അവിടെ നിന്നും ഇറങ്ങിയത്. പിന്നീട് സ്കൂളിലെ പരിപാടിക്ക് എനിക്ക് പാട്ടിന് സമ്മാനം കിട്ടിയപ്പോൾ അമ്മ സന്തോഷത്തോടെയും ആ വേദിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ആദ്യ വിവാഹം പരാജയപ്പെട്ടു നിൽക്കുന്ന സമയമായിരുന്നു അത്. ഏട്ടൻ വിവാഹമൊക്കെ കഴിഞ്ഞ് സെറ്റിൽഡാണ്. ഞാൻ മാത്രം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതിൽ അമ്മയ്ക്ക് നല്ല വേദനയുണ്ടായിരുന്നു. ഒരു പെൺകുഞ്ഞിനെ പോറ്റി നീ എങ്ങനെ വളർത്തും? അതൊരു വലിയ ഉത്തരവാദിത്തമാണ് എന്നൊക്കെയായിരുന്നു അമ്മയുടെ ആവലാതി. മോനെ, നിന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, നീ ഒരു വിവാഹം കഴിക്കണമെന്നൊക്കെ അമ്മ പറയും. അത് പറഞ്ഞ് 3-ാം ദിവസമാണ് അമ്മ മരണപ്പെട്ടത്. ഞാൻ എപ്പോഴും ഭാര്യ ആശയോട് അക്കാര്യം പറയും. നമ്മുടെ നല്ല ജീവിതം കാണാൻ അമ്മ ഇല്ലാതായി പോയല്ലോ എന്ന ആശ ഇടയ്ക്ക് പറയാറുണ്ട്. 2000-ലാണ് മനോജ് കെ ജയനും ഉർവശിയും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. 2001-ൽ ഇരുവർക്കും കുഞ്ഞാറ്റ എന്നൊരു മകൾ കൂടി ജനിക്കുകയായിരുന്നു. വിവാഹശേഷം ഉർവശി സിനിമയിൽ നിന്നും മാറി നിന്നു. എന്നാൽ 2008 ആവുമ്പോഴേക്കും ആ ദാമ്പത്യം തകർന്നിരുന്നു. പിന്നീട് ഇരുവരും വേർപിരിയുകയും ചെയ്തു. 2011-ലാണ് ആശയുമായുള്ള മനോജ് കെ ജയൻ്റെ 2-ാം വിവാഹം നടക്കുന്നത്. ആ ബന്ധത്തിൽ ഇപ്പോൾ ഇരുവർക്കും ഒരു മകൻ കൂടിയുണ്ട്.